സ്ത്രീകൾക്കുണ്ട് ഒരു ധാരണ, ഞങ്ങൾക്ക് അങ്ങോട്ട് എത്ര വേണമെങ്കിലും കാണാം പുരുഷന്മാരെ, ഇങ്ങോട്ട് ആരും നോക്കാൻ പാടില്ല, ഇങ്ങോട്ടാരും കാണാൻ പാടില്ല, ഞങ്ങൾക്ക് അങ്ങോട്ട് വേണമെങ്കിൽ അന്യ പുരുഷന്മാരെ ആരെ വേണമെങ്കിലും ദർശിക്കാം. അത് കേവലം തെറ്റിദ്ധാരണ മാത്രമാണ്, പഠിക്കാത്തത് കൊണ്ടാണ്. അറിയില്ലയോ നിങ്ങൾക്ക്, ഉമ്മു സലമാ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ സമുദത്തിൽ നിൽക്കുകയാ, വഇൻദഹു മൈമൂന, പ്രവാചകന്റെ സമുദത്തിൽ മൈമൂന ബീബി റളിയല്ലാഹു അൻഹയുമുണ്ട്. അതാ പ്രവാചകന്റെ മറ്റൊരു ഭാര്യയായ മൈമൂനയുമുണ്ട്. ഞാനും പ്രവാചകന്റെ മറ്റൊരു ഭാര്യയായ മൈമൂനയും ഞങ്ങൾ രണ്ടുപേരും നിൽക്കുമ്പോ അതാ കടന്നു വരുന്നു ഫാഖബല ഇബ്നു ഉമ്മി മക്തൂം, കണ്ണ് കാണാത്തനായ അന്ധനായ ഒരു സഹാബിയായ ഇബ്നു ഉമ്മി മക്തൂം കടന്നു വരികയാണ്. പ്രവാചക പുങ്കവൻ ഉടനെ തന്നെ ഞങ്ങളോട് രണ്ടാളുകളോടും പറഞ്ഞു, ഇഹ്തജിബാ മിൻഹു, ഉമ്മു സലമയെ മൈമൂനയെ നിങ്ങൾ രണ്ടാളുകളും മഹാനായ ഇബ്നു ഉമ്മി മക്തൂം എന്ന് പറയുന്ന എന്റെ അനുയായിയിൽ നിന്ന് മറഞ്ഞു നിൽക്കുക എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ സ്വാഭാവികമായിട്ട് സ്ത്രീകളുടെ സംശയമുണ്ടാകുന്നത് പോലെ അതാ രണ്ടുപേരും ഉമ്മു സലമാ ബീവിയും മൈമൂന ബീവിയും റളിയല്ലാഹു അൻഹുമാ രണ്ടുപേരും അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് അലൈസ ഹുവ അഅ്മാ, അലൈസ ഹുവ അഅ്മാ ലാ യുബ്സിറുനാ വലാ യഅരിഫുനാ. മൈമൂനാബിയും അല്ലാഹുവിന്റെ റസൂലിന്റെ രണ്ട് ഭാര്യമാരും ഒന്നടങ്കം ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ആ കടന്നു വരുന്ന ഇബ്നു ഉമ്മി മക്തൂം എന്ന് പറയുന്നതായ വ്യക്തി അന്ധനായ സഹാബിയല്ലയോ, കണ്ണ് കാണാത്ത വ്യക്തിയല്ലയോ, ലാ യുബ്സിറുനാ വലാ യഅരിഫുനാ, അല്ലാഹുവിന്റെ റസൂലേ, ആ കടന്നു വരുന്ന ഇബ്നു ഉമ്മി മക്തൂം അന്ധനായ വ്യക്തിയല്ലയോ, ഞങ്ങളെ തിരിച്ചറിയില്ലല്ലോ എന്ന് ലോകത്തിന്റെ നായകനോട് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞുവത്രേ, ഹബീബായ നബി തങ്ങൾ ചോദിച്ചുവത്രേ, അഫഅൻജാബാനി അൻതുമാ അലസ്തുമാ തുബ്സിറാനിഹി, ഉമ്മു സലമാ മൈമൂന, നിങ്ങൾ രണ്ടാളുകളും അന്ധത ബാധിച്ചിട്ടുണ്ടോ, നിങ്ങൾ രണ്ടാളുകളുടെയും കണ്ണിൽ അന്ധത ബാധിച്ചിട്ടുണ്ടോ, നിങ്ങൾ രണ്ടാളുകളും അങ്ങോട്ട് കാണുകയില്ലേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അത് തെറ്റാണെന്നും ഹബീബ് മുഹമ്മദ് മുസ്തഫ. അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടതും പാഠം ഉൾക്കൊള്ളേണ്ടതും. അപ്പൊ ആ തെറ്റിദ്ധാരണ നീക്കണം. പുരുഷന്മാർ അന്യരായ പുരുഷന്മാർ അങ്ങോട്ടും കാണാൻ പാടില്ല, സ്ത്രീകൾ അന്യരായ പുരുഷന്മാർ സ്ത്രീകളെയും ദർശിക്കാൻ പാടില്ല. ഇതാണ് പരിശുദ്ധമായ ദീൻ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം. അത് അന്നും ഇന്നും എന്നും അതേ നിലയ്ക്ക് തന്നെയാണ്, മാറ്റപ്പെട്ടിട്ടില്ല, മാറ്റം സംഭവിച്ചിട്ടുമില്ല. പരിശുദ്ധമായ ദീനിന്റെ ആദർശം നമ്മളെല്ലാവരും പറയണം. നോക്കൂ, നിങ്ങൾ സ്ത്രീകളുടെ ശരീരത്തിന്റെ മുഴുവൻ ഭാവവും ഔറത്താണ്. പരിശുദ്ധമായ ദീൻ അതാണല്ലോ പറഞ്ഞത്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഒരു ഹജ്ജിന് പോകുന്ന ഉമ്മ, ഒരു ഹജ്ജിന് പോകുന്നതായ ഒരു സ്ത്രീ, അവളുടെ ഒരു മുടിയെങ്ങാണം വെളിവായിക്കൊണ്ടവൾ തവാഫ് ചെയ്താൽ, ഇമാം നവവി റഹിമഹുല്ലാഹ് അവിടുത്തെ മജ്മൂ എന്ന് പറയുന്ന ശർഹുൽ മുഹദ്ദബ് എന്ന് പറയുന്ന പ്രശസ്തമായ ഗ്രന്ഥത്തിൽ ലോകരോട് വ്യക്തമാക്കുന്നതായ ഇബാറത്താണ്. എന്താണ് പറയുന്നത്? ആരാണ് ഇമാം നവവി റഹിമഹുല്ലാഹ്? വലിയുല്ലാഹി ബിലാ നിസാ, അല്ലാഹുവിന്റെ വലിയാണെന്നതിൽ തർക്കമില്ല എന്ന് ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ലാഹ് അവിടുത്തെ തുഹ്ഫത്തുൽ മുഹ്താജിന്റെ മുഖദ്ദിമയിൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നവവി റഹിമഹുല്ലാഹ് ഷാഫി ഇമാമിന്റേതായ മദ്ഹ് കീർത്തനങ്ങൾ ആലപിച്ചതായി ഈ സദസ്സിൽ ഇമാം നവവി റഹിമഹുല്ലാഹയെ കൂടി നമ്മൾ പ്രകീർത്തിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്, അവിടുത്തെ മദ്ഹുകൾ കൂടി പറയേണ്ടതുണ്ട്. ആ ഇമാം നവവി റഹിമഹുല്ലാഹ് അവിടുന്നാണ് പറയുന്നത് മാലോകർക്ക് മുഴുവനും ദർശനമായിട്ട്. എന്താ പറയുന്നത്? ഒരു പെണ്ണങ്ങാണം ലൗ ശഅറത ശഅറത്തുൻ മിൻ ശഅറാതിഹാ വതാഫത് ബിൽ ബൈത്ത്, ഒരു ഉമ്മയെങ്ങാണം പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോയി, പരിശുദ്ധമായ ഉംറ നിർവഹിക്കാൻ വേണ്ടി പോയി, അങ്ങനെ അതിന്റെ ഏറ്റവും വലിയ നിർബന്ധമായ ഘടകമാണല്ലോ ഇഫാദത്തിന്റെ തവാഫ്. നിർബന്ധമായ തവാഫ് നിർവഹിക്കുന്ന സമയത്ത് അവരുടെ ഹജ്ജിന്റെ സമയത്ത് സ്ത്രീകളുടെ ഔറത്ത് മുഖവും മുൻകൈയും ഒഴികെ ബാക്കിയുള്ള മുഴുവൻ അവയവങ്ങളും മറച്ചിരിക്കണമെന്നാണല്ലോ. അങ്ങനെ മുഖവും മുൻകൈയും മറച്ചുകൊണ്ടൊരു ഉമ്മ തവാഫ് തുടങ്ങി. അവസാനം ആ ഉമ്മ എത്തിച്ചേരുന്നതോ അവരുടെ ഒരു മുടി വെളിയിലിട്ടുകൊണ്ടാണ്, ഒരൊറ്റ മുടി മാത്രം വെളിവാക്കിക്കൊണ്ട് അവൾ തവാഫ് ചെയ്തതെങ്കിൽ ശഅറത്തുൻ മിൻ ശഅറാതിഹാ വതാഫത്
തവാഫത് ബിൽ ബൈത്ത്. കഅബ മുഴുവനും തവാഫ് ചെയ്തു. 7 പ്രാവശ്യം തവാഫ് പൂർത്തിയാക്കി. ഒരൊറ്റ മുടി മാത്രമേ വെളിയിലേക്ക് ഇട്ടിട്ടങ്ങനെ രീതിയിൽ തവാഫ് ചെയ്താലും റജഅത് ബിഗൈരി ഹജ്ജിൻ, റജഅത് ബിഗൈരി ഹജ്ജിൻ. അതേ ഇമാം നവവി റഹിമഹുല്ലാഹ് പറയുന്നു, അവളെ ഹജ്ജിന്റെ പ്രതിഫലമില്ലാതെ മടങ്ങുന്നു എന്ന് ഇമാം നവവി റഹിമഹുല്ലാഹ്. ചിന്തിക്കൂ സഹോദര, പഠിച്ചു വെക്കൂ. ഹജ്ജിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉമ്മമാർ, ഉംറയ്ക്ക് വേണ്ടി നിയ്യത്ത് ചെയ്യുന്ന ഉമ്മമാര് പഠിക്കട്ടെ. ഒരൊറ്റ മുടി മാത്രം വെളിവാക്കിക്കൊണ്ട് തവാഫ് ചെയ്യുന്ന സമയത്ത് പോലും അങ്ങനെ വെളിവാക്കിക്കൊണ്ട് തവാഫ് ചെയ്താൽ അവളുടെ ഹജ്ജ് സ്വീകരിക്കില്ല എന്ന് ഇമാം നവവി റഹിമഹുല്ലാഹ്. ശാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായമാണ്. ഈ രീതിയിൽ ശരീരത്തിന്റെ ഒരു അവയവങ്ങൾ പോലും പുറത്തേക്ക് കാണിക്കാൻ പാടില്ല. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഔറത്തിനെ കുറിച്ച്, സ്ത്രീകളുടെ ഔറത്തിനെ കുറിച്ച് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. അല്ലാഹുവിന്റെ റസൂൽ ക്ലാസ് എടുത്ത് പ്രവാചകൻ പറഞ്ഞു, സ്ത്രീകൾ അവരുടെ കാലിന് താഴെ, അവരുടെ ഞെരിയാണിക്ക് താഴെ, കാലിന്റെ താഴോട്ട് ഒരു ചാൺ വസ്ത്രം താഴ്ത്തിയിട്ട് കൊള്ളട്ടെ. ഒരു ചാൺ വസ്ത്രം താഴ്ത്തിയിട്ടുള്ളട്ടെ കാലിന്റെ താഴേക്ക്. എന്തായി പറയുന്നത്? കാലിന്റെ താഴ്ഭാഗത്തേക്ക് ഒരു ചാൺ കൂടി വസ്ത്രം താഴ്ത്തിയിട്ടല്ലേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ക്ലാസ് എടുത്ത് തീരുന്നതിന് മുമ്പായിട്ട് ഒരു സഹാബി വരെ എണീറ്റ് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളുടേതായ സ്ത്രീകൾ പല ആളുകളും തന്നെ ഒട്ടകപ്പുറത്തേക്കും ഒട്ടകക്കട്ടിലേക്കുമൊക്കെ കയറാറുണ്ട്. ഞങ്ങൾക്കാകെയുള്ള മെയിനായ വാഹനമെന്ന് പറയുന്നത്, ഞങ്ങൾക്കുള്ളത് ഒട്ടകമാണ്. ആ ഒട്ടകപ്പുറത്തേക്കും ഒട്ടകക്കട്ടിലേക്കുമൊക്കെ കയറുമ്പോ സ്ത്രീകൾ അവർ കാലെടുത്ത് വെക്കുമ്പോൾ അവരുടെ കാലിന്റെ ഭാഗം ഒരു ചാൺ താഴ്ത്തിയിട്ടാലും മറ്റുള്ളവർ കാണുമെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പുങ്കടം പറഞ്ഞപ്പോ പ്രവാചക പുങ്കവൻ പറഞ്ഞു, ഒരു ചാൺ വസ്ത്രം താഴ്ത്തിയിട്ടിട്ട് അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഒരു മുഴം താഴ്ത്തിയിരട്ട് കൊള്ളട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്നാലും സ്ത്രീകൾക്ക് എതിരില്ല സഹോദര. അവളുടെ ശരീരത്തിന്റെ മുഴുവൻ അവയവങ്ങളും അവർ മറ്റുള്ളവരിൽ നിന്ന് മറക്കണമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അൽ മർഅതു ഔറാ, അൽ മർഅതു ഔറാ, സ്ത്രീ മുഴുവനും ഔറത്താണെന്ന് നബിയുനാ റസൂലുള്ളാഹി. സ്ത്രീകളുടെ നെഞ്ചിനെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞില്ലയോ, വൽയദ്രിബന ബിഖുമുരിഹിന്ന അലാ ജൂബിഹിന്ന. സ്ത്രീകൾ അവരുടെ തലയിൽ തുടിക്കുന്ന മുഖമക്കന അവരുടെ നെഞ്ചത്തേക്ക് കൂടി അവരുടെ മാറിടത്തേക്ക് കൂടി താഴ്ത്തിയിട്ട് കൊള്ളട്ടെ എന്ന് പരിശുദ്ധ ഖുർആൻ. മാറും കാണിച്ചുകൊണ്ട് ബ്ലൗസിന്റേതായ തുന്നല് താഴേക്ക് പതിപ്പിച്ചുകൊണ്ട് നടക്കുന്ന പെണ്ണ്, എന്റെ മാറിന്റേതായ സകല ഭാഗങ്ങളും പുറത്തേക്ക് കാണിച്ചിട്ട് നീ ആർക്കാണ് അടി കൊണ്ടുവന്ന് ദർശിക്കുന്നത്? പരിശുദ്ധമായ ദീനിന്റെ ആദർശത്തെ കളങ്കപ്പെടുത്തിക്കൊണ്ട്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖുർആനിനെ കളങ്കപ്പെടുത്തിക്കൊണ്ട് നീ എവിടം വരെയാ പെണ്ണെ എത്തിച്ചേരുന്നത്? എന്തിനാ പെണ്ണെ നിന്നോട് ഇത്രത്തോളം വലിയ ശാഠ്യം, ഇത്രത്തോളം വലിയ ശാഠ്യം പിടിക്കാനുള്ള കാരണമെന്താ? കണിശത പുലർത്താനുള്ള കാരണമെന്താ? പെണ്ണിനോട് ഇത്രത്തോളം വലിയ നിബന്ധന പരിശുദ്ധമായ ദീൻ വെച്ചതിന്റെ കാരണമെന്താ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ അധ്യാപനത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത്, ആദ്യം ഓതി വെച്ച ഹദീസ്, സിൻഫാനി മിൻ ഉമ്മതി ലം അറഹുമാ വഹുമാ ഫിന്നാർ. സിൻഫാനി മിൻ ഉമ്മതി ലം അറഹുമാ വഹുമാ ഫിന്നാർ. രണ്ടു കൂട്ടർ എന്തായാലും തീർച്ചയായും നരകത്തിലാണ്, അവരെ ഞാൻ കണ്ടിട്ടില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആ രണ്ടു കൂട്ടരിന്റെ കാലഘട്ടത്തിലില്ല, അവരെ ഞാൻ കണ്ടിട്ടില്ല, അവരെ നിങ്ങളിനി കാണാറുണ്ട് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആരാണെന്നറിയണ്ടയോ ആ രണ്ടു കൂട്ടര്? ഒന്നാമത്തെ കൂട്ടര് ഖൗമുൻ മഅഹും സിയാത്തുൻ കഅദ്നാബിൽ ബഖർ എന്നൊരു പേരും നാസബിഹാ. പശുവിൻ പാല് പോലെയുള്ള ചാട്ടവാറുമായിട്ട് ജനങ്ങളെ അകാരണമായി മർദ്ദിക്കുന്നതായ ഒരു കൂട്ടം പട്ടാളവർഗം നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കിക്കോ, അവർ തീർച്ചയായും നരകത്തിലാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഈ കാലഘട്ടത്തിലേക്ക് ചേർത്ത് വെച്ച് നോക്കുമ്പോ അബൂ ഹുറൈറ
ഇറാഖിന്റേതായ കടലുകൊള്ളുകളായ പാവപ്പെട്ടതായ മുസ്ലിം ചെറുപ്പക്കാരെ പറ്റിക്കും നായ്ക്കട്ടിയും കൊണ്ട് അവരുടേതായ ലൈംഗിക അവയവങ്ങളെ കടിപ്പിക്കുകയും ചാട്ടുമാറുകൊണ്ട് അവിടെയും ഇവിടെയും അടിപ്പിച്ചുകൊണ്ട് പ്രഹരമേൽപ്പിക്കുകയും നമ്പരപ്പെടുത്തുകയും ചെയ്യുന്ന അമേരിക്കൻ പട്ടാളക്കാരെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തന്നെ സുവ്യക്തമാ അവർ തീർച്ചയായും നരകത്തിലാണ്, അവരെ ഞാൻ കണ്ടിട്ടില്ല എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ.